ഇപ്പോൾ കൊടുവള്ളി നഗരസഭയിൽ രാഹുലിനെയും പ്രിയങ്കയെയും അധിക്ഷേപിച്ച് ലീഗ് നേതാവ് ഇന്ദിരയുടെ പേരക്കുട്ടികൾ അഭയാർത്ഥികൾ എന്നതായിരുന്നു സ്ഥാനാർത്ഥിയായ കെ ഖാദറിൻ്റെ പരാമർശം. മേഘാമാധവൻ വിവരങ്ങളുമായി ചേരുകയാണ്. മേഘ, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ലീഗിൻ്റെ കൊടി കോൺഗ്രസ്സുകാർ അഴിച്ചു മാറ്റിപ്പിച്ചു, പാകിസ്ഥാനിൽ കൊണ്ടുപോയി കിട്ടു എന്നൊക്കെ പറഞ്ഞു. വലിയ അർത്ഥത്തിൽ അത് വിവാദമായതാണ്. ഇതിപ്പോൾ കോഴിക്കോട് എന്നുള്ള വിവരം മറിച്ചാണ് ലീഗ് കോൺഗ്രസിൻ്റെ നേതാക്കളെ ആക്ഷേപിക്കുന്നു. അജിഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കൊടുവള്ളി നഗരസഭയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വ്യക്തി, അതായത് കെ ഖാദർ കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെയും പ്രിയങ്കയെയും അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇന്ദിരയുടെ പേരക്കുട്ടികൾ അഭയാർത്ഥികൾ എന്നതായിരുന്നു കെ ഖാദറിന്റെ പരാമർശം. ഇയാളെയാണ് ഇപ്പോൾ കൊടുവള്ളി നഗരസഭയിൽ 29ാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതായത് ഇന്ദിരയുടെ പേരമക്കൾ അഭയാർത്ഥികളായി ഇവിടെ എത്തി എന്നതായിരുന്നു ഈ കെ ഖാദറിന്റെ പരാമർശം. കൊടുവള്ളി ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ആ പരാമർശം നടത്തിയത്. അതിനെതിരെ കോൺഗ്രസിൽ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. അതേ വ്യക്തിയെ, അതായത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അഭയാർത്ഥികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അതേ വ്യക്തിയെയാണ് ഇപ്പോൾ 29ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സംഭവം എന്നത് ഈ കോഴിക്കോട് കൊടുവള്ളിയിലെ KMO ആർട്സ് കോളേജിൽ യൂണിയൻ വിജയത്തിന് പിന്നാലെ MSF തോറ്റു മതേതരത്വം ജയിച്ചു എന്ന് പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. ആ പോസ്റ്ററിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഇതിന് പിന്നാലെയായിരുന്നു കെ ഖാദർ ആ പോസ്റ്ററിന് മറുപടി എന്നോണം രാഹുലിനെയും പ്രിയങ്കയെയും അഭയാർത്ഥികൾ എന്ന പേരിൽ അധിക്ഷേപിച്ചത്. അതിൽ വലിയ തീർച്ചയായും കാരണം KSU MSFും തമ്മിൽ ആ അർത്ഥത്തിൽ വലിയ തമ്മിൽത്തല്ലാണ്. പരസ്യമായി അവർ പോസ്റ്റർ പിടിച്ചാണ്, ബാനർ പിടിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. മതേതരത്വം ജയിച്ചു, MSF തോറ്റു എന്നൊക്കെ. മാത്രമല്ല, ഈ സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വയനാട്ടിലെ പ്രചരണങ്ങളിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് പോലും ലീഗിൻ്റെ കൊടികൾ മാറ്റിയതും വലിയ വിവാദമെന്നായതാണ്. അപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിലുള്ള പോര് ഒരുപക്ഷെ ഈ കൊടുവള്ളിയിലടക്കം ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, UDFന്റെ വിജയത്തെ ബാധിക്കും, അല്ലേ? തീർച്ചയായും അജിൻഷാദ്, അതായത് ഇത്തരത്തിൽ പ്രിയങ്കയെയും രാഹുലിനെയും അഭയാർത്ഥികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരു ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയെ എന്തിനാണ് 29ാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയത് എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇടയിൽ ഉയർന്നു. UDF സ്ഥാനാർത്ഥി എന്ന ലേബലിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ തന്നെ അപഹസിച്ച ഒരു വ്യക്തിയെ പ്രതിഷ്ഠിക്കേണ്ടി വരുന്നു. അത്രത്തോളം അധപ്പതിച്ച നിലയിൽ കൂടിയാണ് UDF കൊടുവള്ളിയിൽ ഉള്ളത് എന്നതാണ് വിമർശനം ഉയരുന്നത്. ഏതായാലും ഇയാളുടെ സ്ഥാനാർത്ഥിത്വം, അതായത് ഇത്തരത്തിൽ അഭയാർത്ഥികൾ എന്ന് വിളിച്ച് രാഹുലിനെയും പ്രിയങ്കയെയും അധിക്ഷേപിച്ച ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യേണ്ട അവസ്ഥ തങ്ങൾക്ക് വന്നു. അതിൽ കൃത്യമായ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നത്. ഏതായാലും കൊടുവള്ളി നഗരസഭയിലെ 29ാം ഡിവിഷനിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ അവഹേളിച്ച ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിരിക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ശരി, മേഘാമാധവനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.